ഹായ് ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിസ്സാരം അക്കാഡമി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിസ്സാരത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അതിൽ 5 പുതിയ നിസ്സാരം വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. 5 മെൻ്റൽ ഹെൽത്തിനെ പറ്റിയാണ്. ഇതാണ് നിസ്സാരം അക്കാഡമിയുടെ ലിങ്ക്. നിങ്ങൾ പ്ലീസ് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ഓൾറെഡി നമുക്ക് നല്ല റിവ്യൂസ് കിട്ടുന്നുണ്ട്. ബട്ട് ഇൻ കേസ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യണോ വേണ്ടേ ഡൗട്ടാണെങ്കിൽ ഞാൻ നിസ്സാരം അക്കാഡമിയുടെ ഒരു വീഡിയോൻ്റെ ചെറിയൊരു പോർഷൻ ഈ വീഡിയോൻ്റെ അവസാനം പ്ലേ ചെയ്യാം. സോ അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിസ്സാരം അക്കാഡമി ചെക്കൗട്ട് ചെയ്യാം. ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട, ഞാൻ നിങ്ങളെ പറ്റിച്ചു എന്നൊരു തോന്നൽ എന്തായാലും വേണ്ട. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോസ് നിസ്സാരം അക്കാഡമിയിൽ ചെക്കൗട്ട് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇട്ടിട്ടുണ്ട്, കമൻറ്റ് ബോക്സിലും ഇട്ടേക്കാം. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. 10 books that will change your life. ഓക്കെ ഗൈസ്, നിസ്സാരം തുടങ്ങിയിട്ട് 2.5 വർഷമായി. ഈ 2.5 വർഷത്തിൽ ഈ 57 ബുക്സും മറ്റ് പല ബുക്സും ഞാൻ ഓഡിയോ ബുക്സായിട്ട് കിൻഡിലും വായിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള 10 ബെസ്റ്റ് ബുക്സാണ് ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ബുക്സ് വായിച്ചാൽ നിങ്ങൾ മോട്ടിവേറ്റഡായി പമ്പ്ഡായി നാളെ തൊട്ട് നിങ്ങളുടെ ലൈഫ് മാറുമെന്നൊന്നുമല്ല. ചുമ്മാ ആൾക്കാർക്ക് അനാവശ്യം മോട്ടിവേഷൻ കൊടുക്കുന്നതിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. സയൻസാണ് ഈ ബുക്സിൻ്റെയൊക്കെ അടിസ്ഥാനം. കാരണം നമുക്ക് സയൻസ് അറിയാമെങ്കിൽ നമുക്ക് സത്യം എന്താണെന്നും യാഥാർത്ഥ്യം എന്താണെന്നും നമുക്ക് അറിഞ്ഞുകൂടാത്തത് എന്താണെന്നൊക്കെ ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് കാണും. സയൻസ് അറിഞ്ഞുകൂടെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ അദൃശ്യ ശക്തികളിലും സ്പിരിച്വൽ പവേഴ്സിലും ഒക്കെ വിശ്വസിച്ച് ജീവിക്കും. ആൻഡ് അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ ലൈഫ് ഫുൾ ഒരു അൺസർട്ടനിറ്റി ഫിയറുമാണ്. സയൻസ് മനസ്സിലാക്കിയാൽ നമുക്ക് ലൈഫിൽ കൺട്രോൾ ഉണ്ടാവും, ലൈഫിൽ ശാന്തത ഉണ്ടാവും, ലൈഫിൽ ക്ലാരിറ്റി ഉണ്ടാവും. സോ നിങ്ങൾക്കൊരു ലോജിക്കലും ഒരു റാഷണലും ഒരു സയൻറ്റിഫിക് മൈൻഡ് സെറ്റൊക്കെ ബിൽഡ് ചെയ്യുന്ന പോലത്തെ ബുക്സാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. ഈ ബുക്സ് വായിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ വേൾഡിനെ പറ്റിയും ഈ യൂണിവേഴ്സിനെ പറ്റിയും ലൈഫിനെ പറ്റിയും കുറേ കൂടെ അണ്ടർസ്റ്റാൻഡിങ് വരും. നമ്മുടെ ഇമോഷൻസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് തൊട്ട് ബ്ലാക്ക് ഹോൾസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായാൽ ഒരുപാട് അൺസർട്ടനിറ്റി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ലൈഫിൽ നിന്ന്. അത് നമുക്ക് ഒരുപാട് കൺട്രോൾ തരും. സോ ഈ 10 ബുക്സും നിങ്ങളെ കുറേ കൂടെ സയൻറ്റിഫിക്കും റാഷണലും ഒരു ലോജിക്കൽ മനുഷ്യനുമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടങ്ങാം. ആൻഡ് നമ്പർ 10, വി ഹാവ് പാരനോർമാലിറ്റി ബൈ റിച്ചർഡ് വൈസ്മാൻ. സയൻസിലേക്ക് നിങ്ങൾ ചുവട് വെച്ച് തുടങ്ങുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു സയൻറ്റിഫിക്കും ഒരു റാഷണൽ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അന്ധവിശ്വാസങ്ങളെ എടുത്ത് കളയണം. ഭൂതം, പ്രേതം, പിശാശ്, മന്ത്രവാദം, 13ാമത്തെ നില, കറുത്ത പൂച്ച, ഈ അന്ധവിശ്വാസങ്ങൾ കളഞ്ഞാലേ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സയൻറ്റിഫിക് മൈൻഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ബുക്കിൽ റിച്ചർഡ് വൈസ്മാൻ ഈ അന്ധവിശ്വാസങ്ങളെ ഓരോന്നായി പൊളിച്ചെടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആൾക്കാർക്ക് അന്ധവിശ്വാസങ്ങളിൽ ഇത്രയും വിശ്വാസം എന്ന് പുള്ളി വളരെ ക്ലിയർ ആയിട്ട് ഈ ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കറിയായിരിക്കും കൺഫർമേഷൻ ബയസിനെ പറ്റി. കൺഫർമേഷൻ ബയസ് ഒരു എക്സാമ്പിളാണ്. ലോകത്ത് ഒരുപാട് കെട്ടിടങ്ങളിൽ 13ാമത്തെ നിലയുണ്ട്. ഈ 13ാമത്തെ നിലകളിലൊന്നും ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ 13ാമത്തെ നിലയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് നമ്മൾ അന്ധവിശ്വാസം കൺഫേം ചെയ്യും. പറഞ്ഞില്ലേ 13ാമത്തെ നിലയിൽ എന്തോ പ്രശ്നമുണ്ടത്. അല്ലെങ്കിൽ ഒരു കറുത്ത പൂച്ച നിങ്ങളൊരു 15 തവണ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും, ഒരു പ്രശ്നമില്ല. 16ാമത്തെ തവണ കറുത്ത പൂച്ച നിങ്ങൾ ക്രോസ് ചെയ്ത് പോയപ്പം നിങ്ങൾക്ക് എന്തോ മോശമായിട്ട് സംഭവിച്ചു. അപ്പോൾ ആ 15 തവണയും നിങ്ങൾ നോക്കില്ല, ആ 16ാമത്തെ തവണ മാത്രം നോക്കും. ഇതാണ് കൺഫർമേഷൻ ബയസ്. ഇതുപോലത്തെ മറ്റ് പല കാര്യങ്ങളും ഉപയോഗിച്ച് പുള്ളി സൂപ്പർസ്റ്റിഷൻസിനെ പൊളിച്ചെടുക്കുന്നുണ്ട്. ഓൾസോ അതുപോലെ വേറെ കുറേ ഫ്രോഡ് സയൻസസ്, കുറേ സ്യൂഡോ സയൻസസ്, ഫോർ എക്സാമ്പിൾ കൈ നോക്കി പറയുന്നത്, മന്ത്രവാദം, ബാധ ഒഴിപ്പിക്കൽ, പ്രേതങ്ങളെ EMF മീറ്റർ ഇട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ പല കാര്യങ്ങളെയും പുള്ളി സയൻറ്റിഫിക്കായിട്ട് തന്നെ ഡീബങ്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊരു സയൻറ്റിഫിക് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, അതിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ അന്ധവിശ്വാസങ്ങൾ കളയണം. ആൻഡ് ഫോർ ദാറ്റ് ദർ ഇസ് നത്തിങ് ബെറ്റർ ദൻ ദിസ് ബുക്ക്, പാരനോർമാലിറ്റി ബൈ റിച്ചർഡ് വൈസ്മാൻ. നിങ്ങളെൻ്റെ ഗോസ്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ലൂസ്ലി ബേസ്ഡ് ഓൺ ദിസ് ബുക്ക്. അറ്റ് നമ്പർ 9, വി ഹാവ് നോ ഐഡിയ ബൈ ജോർജ് സാം ആൻഡ് ഡാനിയൽ വൈറ്റ്സൺ. പലർക്കും ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഭയങ്കര മിസ്റ്ററിയാണ്. യൂണിവേഴ്സിൻ്റെ ശക്തി, അതിൻ്റെ സ്പിരിച്വൽ ഡൈമെൻഷൻസ്, യൂണിവേഴ്സിൻ്റെ മാഗ്നറ്റിക് പവർ. ഈവൻ പൗലോ കൊയ്ലോൻ്റെ ആ ഫേമസ് കോട്ടില്ലേ, വെൻ യു want to achieve something, the entire universe conspires to help you achieve it. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ the thing is, if you follow this for a long time, you really lose track of what the universe is. നമ്മൾ ഇങ്ങനെയൊക്കെ വിശ്വസിക്കാൻ തുടങ്ങുക, യൂണിവേഴ്സിൻ്റെ പവർ, യൂണിവേഴ്സിൻ്റെ സ്പിരിച്വൽ ഡൈമെൻഷൻ, മാഗ്നറ്റിക് പവർ, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ വിശ്വസിച്ച് തുടങ്ങിയാൽ ഒരു പോയിന്റിൽ നമ്മൾ യൂണിവേഴ്സ് എന്താണെന്ന് കംപ്ലീറ്റ്ലി മറന്നു. നമ്മൾ യൂണിവേഴ്സ് എന്തോ അതിൻ്റേതായ മനസ്സുള്ള എന്തോ ഒരു സാധനമാണെന്ന് വിചാരിക്കും. യു കംപ്ലീറ്റ്ലി ലൂസ് ട്രാക്ക് ഓഫ് വാട്ട് ദ യൂണിവേഴ്സ് ഇസ്. ഈ ബുക്ക് വായിക്കുകയാണെങ്കിൽ ഫ്രം ദ ബേസിക്സ് നമുക്ക് മനസ്സിലാവും യൂണിവേഴ്സ് എന്താണെന്ന്. ഞാൻ ഫിസിക്സ് പഠിച്ചതുകൊണ്ട് എനിക്ക് പർട്ടിക്കുലർലി ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇതിൽ. പക്ഷേ ഫിസിക്സിലൊരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല. ഇത് റിലേറ്റീവ്ലി സിമ്പിൾ ലാംഗ്വേജ് എഴുതിയേക്കുന്നതാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ബുക്കാണ്.
യൂണിവേഴ്സിൻ്റെ ബേസിക്സിൽ നിന്ന് ലൈറ്റ് എന്താണ്, സ്പേസ് എന്താണ്, ടൈം എന്താണ്, ഗ്രാവിറ്റി എന്താണ്, ഡാർക്ക് മാറ്റർ എന്താണ്, ഡാർക്ക് എനർജി എന്താണ്, ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ, ബ്ലാക്ക് ഹോൾസ് എന്താണ്, എല്ലാം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ കേസ് നമുക്ക് അറിഞ്ഞൂടാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഈ ഓത്തേഴ്സ് പറയുന്നതും അതാണ്, വി ഹാവ് നോ ഐഡിയ. നമുക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് യൂണിവേഴ്സിൽ. ആൻഡ് അതിനെപ്പറ്റി അവരൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കില്ല. അവർ പറയും വി ഹാവ് നോ ഐഡിയ. അവരതിനെ ദൈവമാണെന്നോ അല്ലെങ്കിൽ മറ്റ് ശക്തികളാണെന്നോ ഒന്നും അവർ പറയാൻ ശ്രമിക്കില്ല. അവർ പറയുന്നു ഇതൊക്കെയാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ യൂണിവേഴ്സിനെ പറ്റി, ആൻഡ് ഇതൊക്കെയാണ് നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ യൂണിവേഴ്സിനെ പറ്റി. അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞൂടാ, അത്രേ ഉള്ളൂ. സോ ഫാന്റാസ്റ്റിക് ബുക്ക്. സയൻസിലൊരു ബാക്ക്ഗ്രൗണ്ട് വേണ്ട ഈ ബുക്ക് മനസ്സിലാവാൻ. വായിച്ചു നോക്കുക. നിങ്ങൾ എൻ്റെ ഏലിയൻസിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദിസ് ബുക്ക്. സോ at number 8 we have An Immense World by Ed Yong. വളരെ നല്ല ബുക്കാണ് ഗൈസ്. ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് ടൈം എടുത്ത് തന്നെ പറയാം. എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, മനുഷ്യൻ അവൻ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നോ അത്രയും അവൻ്റെ അഹങ്കാരം കൂടും. ഫോർ എക്സാമ്പിൾ, ഭൂമി യൂണിവേഴ്സിൻ്റെ നടുക്കാണെന്ന് വിചാരിച്ചിടത്തോളം കാലം മനുഷ്യൻ അതിൻ്റെ എല്ലാ അഹങ്കാരവും ഉണ്ടായിരുന്നു. ആൻഡ് അതിനെതിരെ സംസാരിച്ചവരെല്ലാം മനുഷ്യൻ കാര്യമായി പണിഷ് ചെയ്യുകയും ചെയ്തു. ഗലീലിയോനെ തടവിലിട്ടു, ജിയോഡാനോ ബ്രൂണോനെ കൊന്നു. അവർക്ക് പറ്റുന്നില്ല, സത്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല യൂണിവേഴ്സിൻ്റെ നടുക്ക് ഭൂമിയല്ല എന്ന്. പക്ഷെ അത് മനസ്സിലാക്കി വന്നപ്പോൾ എർത്ത് എന്ന് പറയുന്നത് വെറും ഒരു പ്ലാനറ്റാണ്, സണ്ണിന് ചുറ്റും കിടന്ന് കറങ്ങുന്ന ഒരുപാട് സ്റ്റാർസിൻ്റെ ഒരുപാട് ഗാലക്സീസിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ പ്ലാനറ്റാണെന്ന് മനസ്സിലാക്കിയപ്പം മനുഷ്യൻ ചെറുതായി. അത് മനുഷ്യനെ ഹമ്പിൾ ചെയ്തു. അതുപോലെ തന്നെ മനുഷ്യനെന്ന് പറയുന്നതൊരു മനസ്സും ഒരു ആത്മാവും ഉള്ളൊരു സാധനമല്ല. മനുഷ്യനെന്ന് പറയുന്നത് അവൻ്റെ തലച്ചോറാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മളെ ഹമ്പിൾ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജാതി, നമ്മുടെ മതം അത് സ്പെഷ്യലാണെന്നൊക്കെ വിചാരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ അഹങ്കാരവും നമുക്ക് കിട്ടും. പക്ഷേ ഈ ജാതിയും മതവും എല്ലാം മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ കൺസെപ്റ്റാണ്, അതിലൊന്നും വലിയ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അത് നമ്മളെ ഗ്രൗണ്ട് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഈ ഭൂമി ദൈവം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണ്, മനുഷ്യൻ സ്പെഷ്യലാണെന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ അഹങ്കാരവും നമുക്ക് കിട്ടും. പക്ഷേ അതങ്ങനെയല്ല. ഈ ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മളെ വീണ്ടും ഗ്രൗണ്ട് ചെയ്യുന്നു. മനുഷ്യൻ വെറും മറ്റൊരു ആനിമലാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മളെ കൂടുതൽ ഗ്രൗണ്ട് ചെയ്യുന്നു. ദിസ് ബുക്ക് ഈസ് ഓൾ അബൌട്ട് ആനിമൽസ്, ആൻഡ് ദ ഫാന്റാസ്റ്റിക് വേ ഇൻ വിച്ച് ആനിമൽസ് പെർസീവ് ദ വേൾഡ്. മനുഷ്യന്മാർ ഈ ഭൂമിയെ കാണുകയാണ്, നമ്മൾ പ്രൈമറിലി കാണുകയാണ്. ഓഫ് കോഴ്സ് നമ്മൾ ഈ ഭൂമിയെ കേൾക്കുന്നുണ്ട്, മണക്കുന്നുണ്ട്, ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രൈമറി ഈ ഭൂമിയെ കാണുകയാണ്. പക്ഷേ ഓരോ ആനിമൽസ് ഈ ഭൂമിയെ പല രീതിയിലാണ് പെർസീവ് ചെയ്യുന്നത്. ചില ആനിമൽസ് ഈ ഭൂമിയെ ടേസ്റ്റ് ചെയ്യാണ്, ചില ആനിമൽസ് ഈ ഭൂമിയെ ഫീൽ ചെയ്യാണ്, ചില ആനിമൽസ് ഈ ഭൂമിയെ കേൾക്കുകയാണ്, ചില ആനിമൽസ് ഈ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡാണ് സെൻസ് ചെയ്യുന്നത്, ചില ആനിമൽസ് ഹീറ്റാണ് സെൻസ് ചെയ്യുന്നത്, ചില ആനിമൽസ് കാണുന്നത് ഇൻഫ്രാറെഡിലാണ്, ചില ആനിമൽസ് കാണുന്നത് അൾട്രാവയലറ്റിലാണ്. ഓരോ ആനിമലിനും ഈ ഭൂമിയെ ഡിഫറൻ്റ് ആണ്. എനിക്കെപ്പോഴും തോന്നും നമ്മൾ ഏലിയൻസിന് തപ്പി നമ്മൾ ടെലിസ്കോപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടി വയ്ക്കും, റേഡിയോ വേവ്സ് ക്യാച്ച് ചെയ്യാൻ വെയിറ്റ് ചെയ്യും. പക്ഷേ ഏലിയൻസിൻ്റെ അത്രയും തന്നെ ഇൻട്രസ്റ്റിംഗ് ആയ ക്രീച്ചേഴ്സാണ് നമുക്ക് ഈ ഭൂമിയിലുള്ളത്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമുക്ക് ആകെ സ്നേഹം പട്ടികളോടാണ്, പട്ടികളോടും പൂച്ചകളോടും. അവരുടെ പുറത്ത് ഹോളിക്ക് എന്തെങ്കിലും കളർ ഇറങ്ങിയാൽ മനുഷ്യന്മാരെല്ലാം കൂടെ ഫുൾ റേജിലിറങ്ങും. പക്ഷേ ഒരു പന്നിയെ ജീവിതകാലം മുഴുവൻ കെട്ടിയിട്ടിട്ട് അതിൻ്റെ തലമണ്ട കൂടെയിട്ട് അടിച്ച് പൊട്ടിച്ച് അതിനെ ടോർച്ചർ ചെയ്താൽ ആർക്കും ഒരു പ്രശ്നമില്ല. ആൻഡ് ദാറ്റ് ഷോസ് ദ ലാക്ക് ഓഫ് എംപത്തി വി ഹാവ് ഫോർ ആനിമൽസ്. നമുക്ക് പട്ടിയോട് ഇത്രയും സ്നേഹം കാരണം അതൊരു സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഭാഗമാണ്. പട്ടിയെ ഉപദ്രവിച്ചാൽ എല്ലാവർക്കും വിഷമവും നമുക്കും വിഷമവും. പൂച്ചയെ ഉപദ്രവിച്ചാൽ എല്ലാവർക്കും വിഷമവും നമുക്കും വിഷമവും. ഒരു സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഭാഗമാണ്. പക്ഷേ പന്നിയെ അടിച്ചാലെന്താ, പന്നിയെ ഉപദ്രവിച്ചാലെന്താ, ടോർച്ചർ ചെയ്താലെന്താ, ആർക്കും വിഷമാവുന്നില്ല. അത് ഷിറ്റുന്നൊരു ജന്തു. എനിക്ക് അതിനോട് എമ്പതി തോന്നേണ്ട ആവശ്യമില്ല. അത് സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഭാഗമല്ല. നമ്മളിങ്ങനെ വിശ്വസിക്കുന്നത് ഇറ്റ്സ് ബിക്കോസ് നമുക്ക് ആനിമൽസ് എത്ര ഇൻ്റലിജൻ്റ് ആണെന്ന് അറിഞ്ഞുകൂടാ. ഒരു പട്ടിയുടെ അത്രയും തന്നെ ഇൻ്റലിജൻ്റ് ആണ് ഒരു പന്നി, ഓൾമോസ്റ്റ് അത്രയും തന്നെ ഇൻ്റലിജൻ്റ് ആണ് ഒരു പശു. ഞാൻ ഈ റാൻറ്റിലൂടെ പോകുന്നത് നിങ്ങളെല്ലാം നാളെ തൊട്ട് വെജിറ്റേറിയൻസ് ആവണം, വീഗൻസ് ആവണം, അങ്ങനെയൊന്നുമല്ല. എനിക്കറിയാം ആസ് മലയാളീസ് എന്ത് ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ബീഫും മട്ടണും പോർക്കും ഈവൻ പാലും മുട്ട അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഞാനും ഇടയ്ക്ക് ചിക്കൻ കഴിക്കും. കാരണം നമ്മൾ മലയാളികളാണ്, എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഹാബിറ്റ്സ് നിർത്തണമെന്നൊന്നുമല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് നമുക്ക് ഈ സിസ്റ്റം മാറ്റാൻ കഴിയും. സ്ലോട്ടർ ഹൗസസിൽ എന്താ നടക്കുന്നതെന്ന് കണ്ടാൽ ശരിക്കും നമ്മുടെ ഹൃദയം പൊട്ടിപ്പോവും. അത്രയ്ക്ക് ക്രൂരമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. സോ ആ സിസ്റ്റം മാറ്റാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരു ആറ്റം സ്മാഷ് ചെയ്യാൻ പറ്റും, നമുക്ക് മനുഷ്യനെ മൂണിലോട്ട് അയക്കാൻ പറ്റും. നമുക്ക് ഈ സിസ്റ്റം മാറ്റാൻ കഴിയില്ലേ? ഈ മെസ്ഡ് അപ്പ് സിസ്റ്റത്തിനെ നമുക്ക് മാറ്റാൻ കഴിയില്ലേ? ആനിമൽസിനെ ഒരു ഇത്രയും കൂടെ കൈൻഡ്നെസ്സോടെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ലേ? ഇങ്ങനത്തെ പല ചോദ്യങ്ങളും നമുക്ക് വരും നമ്മൾ ഈ ബുക്ക് വായിച്ചാൽ. ഈ ബുക്കിൽ ഓത്തർ ഇതിനെപ്പറ്റിയൊന്നും എക്സ്പ്ലിസിറ്റ്ലി പറയുന്നില്ല. പുള്ളി ഓരോ ടൈപ്പ് ഓഫ് ആനിമൽസിനെ പറ്റിയും ആ ആനിമൽസ് എന്ത് ഇൻ്റലിജൻ്റ് ആണെന്നും എന്ത് ഇമോഷണൽ ആണെന്നും അവരെങ്ങനെ ഈ ഭൂമിയെ കാണുന്നു എന്നൊക്കെയാണ് ഈ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്.
പിന്നെ അത് മനസ്സിലാക്കുന്നത് നിങ്ങളെ ആസ് എ പേഴ്സൺ നിങ്ങളുടെ ലൈഫ് ഗ്രൗണ്ട് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ ഇമ്പോർട്ടൻസ് എത്ര കുറവാണ്, നമ്മളും ഇതുപോലത്തെ ജന്തുക്കളിൽ ഒരെണ്ണമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. സോ നിങ്ങൾ എൻ്റെ ആനിമൽസിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പാർട്ട് ഓഫ് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദിസ് ബുക്ക്. അമേസിംഗ് ബുക്ക്. അറ്റ് നമ്പർ 7 we have How to Not Die Alone by Logan Ury. ഗൈസ് ഫൺ ബുക്കാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, ടോട്ടലി വർത്ത് ഇറ്റ്. ഈ ബുക്ക് റിലേഷൻഷിപ്സിനെയും ഡേറ്റിങ്ങിനെ പറ്റിയാണ്. എനിക്കെപ്പോഴും തോന്നുന്നു നമ്മുടെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഡേറ്റിംഗ് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കാരണം നമ്മളത് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ആർക്കും അറേഞ്ച് മാരേജസിലൊന്നും താല്പര്യമില്ല, എല്ലാവർക്കും ലവ് മാരേജിലാണ് താല്പര്യം. പക്ഷേ ഒരു ലവ് മാരേജ് നടക്കണമെങ്കിൽ ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട് എന്നിട്ടൊക്കെയല്ലേ കല്യാണം കഴിക്കാൻ പറ്റും. പക്ഷെ ആർക്കും ഒരു നല്ലൊരാളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ഡേറ്റിങ്ങിൽ ഇറങ്ങാനേ പേടി, ചില ആൾക്കാർക്ക് എത്ര ആൾക്കാരെ കണ്ടാലും ഇതിലും നല്ലൊരാൾ വേറെ എവിടെ ഉണ്ടെന്നുള്ള ചിന്ത, ചില ആൾക്കാർക്ക് എത്ര പേരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താലും ആദ്യത്തെ ആ സ്പാർക്ക് നിലനിൽക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ് ആൻഡ് ഓരോരുത്തർക്കും ഓരോ ഡൗട്ട്സാണ്. ചിലർ പറയുന്നു ലിവിങ് ടുഗദർ മോശമാണെന്ന്, ചിലർ പറയുന്നു ലിവിങ് ടുഗദർ നല്ലതാണെന്ന്, ചിലർ പറയുന്നു കല്യാണം കഴിക്കാനുള്ള തീരുമാനം എടുത്തിട്ട് റിലേഷൻഷിപ്പിലോട്ട് ചാടാമെന്ന്, ചിലർ പറയുന്നു റിലേഷൻഷിപ്പിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാനുള്ള തീരുമാനം എടുക്കണം, ചിലർ പറയുന്നു കല്യാണം കഴിക്കാനുള്ള തീരുമാനമേ എടുക്കണ്ട, അത് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, നടക്കുന്നില്ലെങ്കിൽ നടക്കണ്ട. എല്ലാവർക്കും ഒരുപാട് ഐഡിയാസും ഒരുപാട് നോഷൻസും ഉണ്ട് റിലേഷൻഷിപ്സിനെയും ഡേറ്റിങ്ങിനെയും മാരേജിനെയൊക്കെ പറ്റി. അതിനെല്ലാം പറ്റിയാണ് ഈ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലോഗൻ യൂറി വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് അൾട്ടിമേറ്റ്ലി ദിസ് ബുക്ക് ഇസ് അബൌട്ട് ദ ഫാക്ട് ദാറ്റ് റിലേഷൻഷിപ്സ് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയല്ല, സോഷ്യൽ മീഡിയ കാണുന്ന പോലെയല്ല. റിയൽ ലൈഫിൽ റിലേഷൻഷിപ്സ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ചില സമയം അഗ്ലിയാണ്, ചില സമയം മെസ്സിയാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം അത് റിയലാണ്. അതിന് കുറേ എഫേർട്ട് വേണം. ഒരു റിലേഷൻഷിപ്പ് കുറേ എഫേർട്ട് വേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വേണോ, റിലേഷൻഷിപ്പ് വേണ്ടയോ, കല്യാണം കഴിക്കണോ, ബ്രേക്കപ്പ് ആവണോ, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ ബുക്ക് ഹെൽപ്പ് ചെയ്യും. വായിച്ച് നോക്കുക. നിങ്ങൾ എൻ്റെ റിലേഷൻഷിപ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് വാസ് ബേസ്ഡ് ഓൺ ദിസ് ബുക്ക്. ബിഫോർ വി പ്രൊസീഡ് ഗൈസ്, ഞാൻ ഈ ബുക്സ് അല്ലാതെ വേറെയും കുറേ ബുക്സ് വായിച്ചിട്ടുണ്ട്. അതൊന്നെങ്കിൽ കിൻഡലിലാണ് അല്ലെങ്കിൽ ഓഡിയോ ബുക്സ് ആയിട്ടാണ്. ആൻഡ് ഓണസ്റ്റ്ലി കിൻഡലും ഓഡിയോ ബുക്സൊക്കെ വേ ചീപ്പറാണ് ഇതിനെക്കാട്ടിലും, പർട്ടിക്കുലർലി ഓഡിയോ ബുക്സ്. ഇതിൽ ഒരു ബുക്കിൻ്റെ പൈസയ്ക്ക് നമുക്കൊരു ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടി അതിൽ നിന്ന് കുറേ ബുക്സ് കേൾക്കാം. ആൻഡ് ഓഡിയോ ബുക്സിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ ബുക്ക് ആക്ച്വലി വായിക്കാൻ പറ്റാത്ത സമയത്തെല്ലാം നമുക്ക് ഓഡിയോ ബുക്ക് കേൾക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഒരു ബുക്ക് വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല, ആ സമയത്ത് നിങ്ങൾക്ക് കേൾക്കാം. അല്ലെങ്കിൽ ബസ്സിൽ ട്രാവൽ ചെയ്യണം, ബസ് കുഞ്ഞിക്കൊണ്ടിരിക്കുകയാണ്, വായിക്കാൻ പറ്റില്ല, കേൾക്കാനേ പറ്റും. സോ ഒരുപാട് യൂസസ് ഉണ്ട്. ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കുക്കു FM ആണ്. ആൻഡ് ഒരുപാട് ഈ പോപ്പുലർ ബുക്സ് എല്ലാം കുക്കു FMൽ അവൈലബിൾ ആണ്. സാപ്പിയൻസ് അവൈലബിൾ ആണ്, വിങ്സ് ഓഫ് ഫയർ അവൈലബിൾ ആണ്, ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത് അവൈലബിൾ ആണ്. ഒരുപാട് നല്ല ബുക്സ് ഉണ്ട്. സോ ഇനിയിപ്പോൾ ന്യൂ ഇയർ ഒക്കെ വരുന്ന സ്ഥിതിക്ക് എല്ലാവരും റെസൊല്യൂഷൻ എന്ന പോലെ സ്ക്രീൻ ടൈം കുറച്ച് കൂടുതൽ ബുക്സ് വായിക്കുകയും കേൾക്കുകയും ചെയ്യുക. അത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാനും ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കും. നിങ്ങൾ എൻ്റെ കൂപ്പൺ കോഡായ മലയാളം 60 ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 60% ഓഫും കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ കുക്കു FM ചെക്കൗട്ട് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലെറ്റ്സ് കണ്ടിന്യൂ. അറ്റ് നമ്പർ 6 വി ഹാവ് ഇൻകോഗ്നീറ്റോ ബൈ ഡേവിഡ് ഈഗിൾമാൻ. ഈ ബുക്ക് ബ്രെയിനിനെ പറ്റിയാണ്. നിങ്ങൾക്ക് ബ്രെയിനിൻ്റെ ബേസിക്സ് മനസ്സിലാക്കണമെങ്കിൽ ഈ ബുക്ക് വായിച്ചിട്ട് കാര്യമില്ല, ഇതതിനെ പറ്റിയല്ല. നിങ്ങൾക്ക് ബ്രെയിനിൻ്റെ ബേസിക്സ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ന്യൂറോ സയൻസ് ബുക്കും വായിക്കാം, അല്ലെങ്കിൽ നിസ്സാരം അക്കാഡമി ലിപ്പ് ഇറങ്ങിയ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടാലും മതി. അത് ബ്രെയിനിൻ്റെ ബേസിക്സിനെ പറ്റിയാണ്. ഈ ബുക്ക് അതിനെ പറ്റിയല്ല. ഈ ബുക്ക് ഇത്രയും കൂടെ കോംപ്ലക്സ് ആണ്. ഈ ബുക്ക് സംസാരിക്കുന്നത് നമ്മുടെ ബ്രെയിൻ നമുക്കുണ്ടാക്കി തരുന്ന റിയാലിറ്റിയെ പറ്റിയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഇത്തിരി ബ്രെയിൻ സയൻസ് അറിയാമെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് ന്യൂറോൺസ് ആണ്. ഈ ന്യൂറോൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. നമ്മളാക്കുന്നത് ഈ ന്യൂറോൺസ് തമ്മിലുള്ള കെമിക്കലും ഇലക്ട്രിക്കലും കമ്മ്യൂണിക്കേഷനാണ്. നമുക്ക് ഓൾമോസ്റ്റ് 85-86 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. ആൻഡ് ഓരോ ന്യൂറോണിനും 1000 സിനാപ്സോളം ഉണ്ട്. വിച്ച് അക്കൗണ്ട്സ് ടു മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് വിത്തിൻ അവർ ബ്രെയിൻ. നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആണ്. ആൻഡ് ഈ സർക്യൂട്ടിലെല്ലാം കൂടി ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നതാണ് നമ്മളാക്കുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ഈ സർക്യൂട്ടിൽ എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ വന്നാൽ അത് നമ്മുടെ റിയാലിറ്റിയെ തന്നെ മാറ്റും. ഫോർ എക്സാമ്പിൾ ഈ ബുക്കിൽ ആൻഡൺ സിൻഡ്രോമിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡൺ സിൻഡ്രോമിൽ അത് സഫർ ചെയ്യുന്ന ആൾ ബ്ലൈൻഡാണ്. അയാളുടെ കണ്ണിലേക്ക്, അയാളുടെ റെറ്റിനയിലേക്ക് ലൈറ്റ് വീണ് അയാളുടെ ബ്രെയിൻ അത് പ്രോസസ് ചെയ്ത് അതൊന്നും അല്ല അയാൾ കാണുന്നത്. അയാൾ ബ്ലൈൻഡാണ്. പക്ഷേ അയാളുടെ ബ്രെയിൻ ഇൻറ്റേർണലി ജനറേറ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റി ഉണ്ട് അയാൾക്ക്. അതാണ് അയാൾ കാണുന്നത്. ഇതുപോലത്തെ പല ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളെ പറ്റിയും ഡേവിഡ് ഈഗിൾമാൻ ഈ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഈ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഫ്രീ വില്ലിൻ്റെ കോൺസെപ്റ്റാണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു ആപ്പിൾ തിന്നാൻ ഒരു തീരുമാനം എടുത്തു. പക്ഷേ
ഞാൻ ആ ആപ്പിൾ എടുക്കാനുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പേ ഇത്തിരി മുമ്പേ എൻ്റെ ബ്രെയിൻ ആ തീരുമാനം എടുത്തു. അതാണ് ഈ ബുക്കിൽ പറയുന്നത്. ഈ ബുക്കിൽ പറയുന്നത് നമ്മൾ ലൈഫിൽ ആക്റ്റീവ്ലി എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളറിയാതെ തന്നെ അതിന് മുമ്പേ നമ്മുടെ തലച്ചോറ് എടുത്തതാണ്. സോ ഫ്രീ വില്ലിനെയൊക്കെ സാരമായി ചോദ്യം ചെയ്യുന്നൊരു ബുക്കാണ്. നമ്മുടെ റിയാലിറ്റിയെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യും ഈ ബുക്ക് വായിക്കുകയാണെങ്കിൽ. സോ വെരി ഗുഡ് ബുക്ക്. നിങ്ങളെൻ്റെ ബ്രെയിനിനെ പറ്റിയുള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ലാർജ്ലി ബേസ്ഡ് ഓൺ ദിസ് ബുക്ക്. ആൻഡ് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഈ ബുക്ക് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ എൻ്റെ ബ്രെയിൻ എക്സ്പ്ലെയിൻ മലയാളം എന്ന നിസ്സാര വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ അവസാനം പറയുന്നത് നമ്മൾ നമ്മുടെ തലച്ചോറല്ല എന്നാണ്. നൗ ഫ്രം വാട്ട് ഐ ഗ്യാദർ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ വലുതും നമ്മുടെ തലച്ചോറ് അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണെന്നാണ്. അല്ല, നേരെ തിരിച്ചാണ്. നമ്മുടെ തലച്ചോറാണ് വലുത്. നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ. നമ്മുടെ തലച്ചോറ് നമുക്ക് തരുന്ന റിയാലിറ്റിയാണ് നമ്മൾ. അതാണ് ഈ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് തോട്ട്. ഈ ബുക്ക് വായിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കാൻ പറ്റും, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും അറിയാൻ പറ്റും. സോ ഗിവ് ഇറ്റ് എ ഷോട്ട്. അമേസിംഗ് ബുക്ക്. അറ്റ് നമ്പർ 5 വി ഹാവ് ദ സ്കെപ്റ്റിക്സ് ഗൈഡ് ടു ദ യൂണിവേഴ്സ് ബൈ സ്റ്റീവൻ നോവെല്ല. ഗൈസ്, നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു സയൻറ്റിഫിക്, ഒരു റാഷണൽ, ഒരു ലോജിക്കൽ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനെ വിശ്വസിക്കാം, എന്തിനെ വിശ്വസിച്ചുകൂടാ എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഒരുപാട് സോഴ്സസിൽ നിന്ന്, ഒരുപാട് ആൾക്കാരിൽ നിന്ന്, ഞാൻ ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇതിൽ എന്ത് ഇൻഫർമേഷനെ വിശ്വസിക്കാം, എന്ത് ഇൻഫർമേഷനെ വിശ്വസിച്ചുകൂടാ, ആരെ എപ്പോൾ എത്ര വിശ്വസിക്കാം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആരെയൊക്കെ വിശ്വസിക്കാം? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കാമോ? നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നിങ്ങളുടെ ചലനങ്ങളെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നിങ്ങൾ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ വിശ്വസിക്കാമോ? നിങ്ങളുടെ ഓർമ്മയെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നിങ്ങൾ ആയുർവേദത്തിൽ വിശ്വസിക്കണോ? നിങ്ങൾ അലോപ്പതിയിൽ വിശ്വസിക്കണോ? നിങ്ങൾ ഹോമിയോപ്പതിയിൽ വിശ്വസിക്കണോ? നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണോ? അതോ എയ്ത്തിസത്തിൽ വിശ്വസിക്കണോ? ഭൂമി ഉരുണ്ടതാണെന്ന് വിശ്വസിക്കണോ? ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കണോ? എന്തിനെ എപ്പോൾ വിശ്വസിക്കണമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ആൻഡ് ദിസ് ബുക്ക് ടോക്സ് അബൌട്ട് ദാറ്റ് ആൻഡ് കൺക്ലൂഡ്സ് വിത്ത് ദ ഫാക്ട് ദാറ്റ് നമ്മൾ സയൻസിനെ വിശ്വസിക്കാമോ? ബിക്കോസ് സയൻസ് എവിഡൻസ് ബേസ്ഡ് ആണ്. എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ആൻഡ് ഓൾസോ സയൻസ് റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാൻ റെഡിയാണ്. സയൻസിനൊരു തെറ്റ് സംഭവിച്ചാൽ സയൻസ് അത് സമ്മതിക്കും. ആൻഡ് സയൻസ് അപ്ഡേറ്റ് ചെയ്യാൻ റെഡിയാണ്. മറ്റ് പല ഫെയ്ത്ത് ബേസ്ഡ് ഫോംസിൻ്റെ പ്രശ്നം അതാണ്, ഇൻക്ലൂഡിങ് റിലീജിയസ് ബുക്സ്. പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞ സത്യമാണ് ഇന്നത്തെ സത്യം. സയൻസ് അങ്ങനെയല്ല, റെഗുലർലി അപ്ഡേറ്റ് ചെയ്യും. തെറ്റ് സംഭവിച്ചാൽ തെറ്റ് സംഭവിച്ചു എന്ന് അഡ്മിറ്റ് ചെയ്ത് അത് അപ്ഡേറ്റ് ചെയ്യാൻ റെഡിയാണ്. സോ നിങ്ങൾക്ക് സയൻസ് എന്താണെന്ന് മനസ്സിലാക്കാനും എന്തിനാണ് സ്യൂഡോ സയൻസ് എന്ന് വേർതിരിക്കാൻ പറ്റുന്നതെന്നും, പിന്നെ അതുപോലെ തന്നെ ചില സില്ലി കോൺസ്പിറസി തിയറീസ് ഉണ്ടല്ലോ, മൂൺ ലാൻഡിങ് ഹോക്സ് ആയിരുന്നെന്നും ബർമുഡ ട്രയാങ്കിളിലെ നിഗൂഢതകളും ഇല്യൂമിനാറ്റിയും ഇതുപോലത്തെ കുറേ മണ്ടൻ കോൺസ്പിറസീസിനെയും ഇതിൽ ഡിബങ്ക് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ബുക്കാണ്. നിങ്ങളൊരു കുറച്ചുകൂടെ ഒരു റാഷണൽ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. നിങ്ങൾ നമ്പർ 10 റാങ്ക് 10 പാരനോർമാലിറ്റി ഇതിൻ്റെ ഒരു യങ്ങർ ബ്രദർ പോലെയാണ്. അത് വായിച്ചാൽ നിങ്ങൾക്ക് ഭൂതം, പ്രേതം, പിശാച് അതിലെ നിങ്ങളുടെ അങ്ങനത്തെ അന്ധവിശ്വാസങ്ങളെല്ലാം മാറും. ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആണ്. നിങ്ങൾ കുറച്ചുകൂടെ പല സ്യൂഡോ സയൻസസിനെയും മനസ്സിൽ നിന്ന് എടുത്ത് കളയാനും റിയൽ സയൻസിനെ എംബ്രേസ് ചെയ്യാനും പഠിക്കും. നിങ്ങൾ എൻ്റെ സ്യൂഡോ സയൻസ് ആൻഡ് കോൺസ്പിറസീസ് എന്ന വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് വാസ് ബേസ്ഡ് ഓൺ ദിസ് ബുക്ക്. അറ്റ് നമ്പർ 4 വി ഹാവ് റിച്ച് ഡാഡ് പുവർ ഡാഡ് ബൈ റോബർട്ട് കിയോസാക്കി. നൗ ഈ ബുക്കാണ് ഈ ലിസ്റ്റിലെ ഒരു ക്ലീഷേ, റിച്ച് ഡാഡ് പുവർ ഡാഡ് ബൈ റോബർട്ട് കിയോസാക്കി. നോ, ചിലർക്ക് ഈ ബുക്കിനോട് എന്തോ ഒരു വിരോധമുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് പ്രോബ്ലി ബിക്കോസ് അവർക്ക് ഈ ഓത്തറിനെ അത്ര ഇഷ്ടമല്ല. അവർക്ക് ഈ ഓത്തറിൻ്റെ എക്കണോമിക്കും പൊളിറ്റിക്കൽ വ്യൂസുമായിട്ടൊന്നും അലൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ്സ് വെൽ നോൺ ദാറ്റ് റോബർട്ട് കിയോസാക്കി ഒരു ക്യാപിറ്റലിസ്റ്റാണ്. ആൻഡ് പുള്ളിക്ക് പുള്ളിയുടേതായ എക്കണോമിക്കും പൊളിറ്റിക്കൽ വ്യൂസും ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് സെറ്റ് അസൈഡ് ഈ ബുക്കിൽ ഒരുപാട് യൂസ്ഫുൾ ഇൻഫർമേഷൻ ഉണ്ട്, ഒരുപാട്. കഴിഞ്ഞ വർഷം ഈ സമയം എൻ്റെ സേവിങ്സ് 0 ആയിരുന്നു. ആൻഡ് യു ക്യാൻ സേ മൈ നെറ്റ്വർത്ത് വാസ് ഓൾസോ വെരി ക്ലോസ് ടു 0. ഞാൻ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് മാസാവസാനം ചിലവായി പോകും. സേവിങ്സ് 0. ആൻഡ് എനിക്ക് ഫിനാൻസിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. ഞാൻ കുറച്ചുകൂടെ സയൻസിലൊക്കെ ആയിരുന്നു എനിക്ക് ഇൻട്രസ്റ്റ്. പക്ഷേ ഒരു ദിവസം ഞാൻ റാൻഡംലി യൂട്യൂബ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ ഈ ബുക്കിൻ്റെ ഒരു 5 minute സമ്മറി ഉണ്ട്. ആൻഡ് ഐ വാസ് ഹുക്ഡ് ഓൺ ടു ഇറ്റ്. പിന്നെ ഞാൻ ട്രെഡ്മില്ലിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഓഡിയോ ബുക്ക് കേട്ടു. ആൻഡ് അമേസിങ് ബുക്ക്. നിങ്ങൾക്ക് പേഴ്സണൽ ഫിനാൻസിൽ ഒരു താല്പര്യമില്ല, നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു നോളജും ഇല്ലെങ്കിൽ ഈ ബുക്ക് വായിച്ചാൽ മതി. താല്പര്യവും വരും, നോളജും കിട്ടും. ഫ്രം A to Z. ഒരു അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണ്, ഇൻഡെക്സ് ഫണ്ട് എന്താണ്, മ്യൂച്വൽ ഫണ്ട് എന്താണ്, എല്ലാം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ ബുക്ക് മതി. ഈ ബുക്ക് ഹാർഡ് കോപ്പി 600 രൂപയാണ്. പക്ഷേ അതിൻ്റെ ഓഡിയോ ബുക്ക് വേർഷൻസ് ഭയങ്കര ചീപ്പാണ്. ആൻഡ്
ലെറ്റ് സേ നിങ്ങൾ ഹാർഡ് കോപ്പി വാങ്ങിച്ചാൽ പോലും 600 രൂപ ചിലവാക്കിയാൽ പോലും ലെറ്റ് മീ ഗ്യാരൻറ്റി യു നിങ്ങൾ മിനിമം ഒരു 6000 രൂപ സേവിങ്സ് എങ്കിലും ഈ ബുക്ക് വായിച്ചുകൊണ്ടുണ്ടാക്കും. സോ അമേസിങ് ബുക്ക്. നിങ്ങളുടെ പേഴ്സണൽ ഫൈനാൻസസ് സോർട്ട് ചെയ്യണമെങ്കിൽ ഫ്രം സ്ക്രാച്ച് ഈ ബുക്ക് വായിച്ചു തുടങ്ങിയാൽ മതി. ആൻഡ് നമ്പർ 3 വി ഹാവ് റീവയർ യുവർ ആങ്ഷ്യസ് ബ്രെയിൻ ബൈ കാത്തറിൻ പിറ്റ്മാൻ ആൻഡ് എലിസബത്ത് കാൾ. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ആഡ്നോസിയം. ഞാൻ സീരിയസ് ആങ്സൈറ്റി ഇഷ്യൂസായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഇപ്പോഴും ചെറിയ രീതിയിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ലാർജ്ലി മാനേജബിളാണ്. എനിക്കത് കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ആൻഡ് എനിക്കത് സാധിച്ചത് എനിക്ക് ആങ്സൈറ്റിയെ പറ്റി സയൻറ്റിഫിക്കായി അറിവുള്ളത് കൊണ്ടാണ്. ആ ആങ്സൈറ്റിയെ പറ്റിയുള്ള ന്യൂറോ സയൻറ്റിഫിക് ആയിട്ടുള്ള അറിവാണ് എന്നെ ആങ്സൈറ്റി കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും എല്ലാം സഹായിച്ചത്. പിന്നെ ജനറലി ആൾക്കാർക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവർ ആങ്സൈറ്റിയെ പറ്റി ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കി അല്ലെങ്കിൽ ചുമ്മാ ഇൻ്റർനെറ്റ് അടിച്ച് നോക്കി ഒരുപാട് ഫിലോസഫി കിട്ടും. നിങ്ങൾ കാമായിട്ടിരിക്കുക, നിങ്ങൾ സ്റ്റോയിക് ആയിട്ടിരിക്കുക, ആങ്സൈറ്റി വരുമ്പോൾ നിങ്ങൾ പതറാതെ നിൽക്കുക. പക്ഷേ ഇതൊക്കെ നമ്മൾ എന്തിനു വിശ്വസിക്കണം? നിങ്ങളുടെ ഫിലോസഫി നിങ്ങൾക്ക് വർക്ക് ചെയ്തു, അത് എനിക്ക് വർക്ക് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അടിച്ച് നോക്കിയാൽ സോഷ്യൽ മീഡിയ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ആങ്സൈറ്റി നമ്മുടെ ശത്രുവാണ്, നമ്മൾ ആങ്സൈറ്റിയെ ഫൈറ്റ് ചെയ്യണം, ആങ്സൈറ്റി നമ്മളെ തളർത്തും. കുറേ ആൾക്കാർ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ എന്തിനു വിശ്വസിക്കണം? ഇത്രയും പേഴ്സണലായിട്ടുള്ളൊരു ഇഷ്യൂവിനെ നമ്മൾ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ വെച്ചല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, അതിനെ സയൻസ് വെച്ചാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ആങ്സൈറ്റി എന്താണെന്ന് ഏറ്റവും ന്യൂറോ സയൻറ്റിഫിക് ലെവൽ മനസ്സിലാക്കുകയാണെങ്കിൽ ആങ്സൈറ്റി ട്രീറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും കുറേ കൂടെ എളുപ്പമായിരിക്കും. ആങ്സൈറ്റി എന്ന വാക്കിനോടുള്ള ഭയം തന്നെ നമുക്ക് പോകും. കാരണം നമുക്കറിയാം ആങ്സൈറ്റി എന്താണ്, തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് ആങ്സൈറ്റി ഉദിക്കുന്നത്, ഏത് ഭാഗത്തിൻ്റെ റിയാക്ഷനാണ് ആങ്സൈറ്റി, എല്ലാം നമുക്ക് മനസ്സിലാക്കും. ആങ്സൈറ്റിയെ പറ്റി അറ്റ് ന്യൂറോ സയൻറ്റിഫിക് ലെവൽ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് നല്ല ബുക്സ് ഉണ്ട്. ബട്ട് നത്തിങ് ബീറ്റ്സ് ദിസ് ബുക്ക്, റീവയർ യുവർ ആങ്ഷ്യസ് ബ്രെയിൻ ബൈ കാത്തറിൻ പിറ്റ്മാൻ. എൻ്റെ കയ്യിൽ ഹാർഡ് കോപ്പി ഇല്ല, ഞാൻ കിൻഡലിലാണ് വായിച്ചത്. പക്ഷേ ഗൈസ് ഇത് വായിച്ചു നോക്കൂ. ആങ്സൈറ്റി എന്താണ് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ആങ്സൈറ്റിയെ ട്രീറ്റ് ചെയ്യാനുള്ള ചില മെത്തേഡ്സും മനസ്സിലാവും. സോ നിങ്ങൾ എൻ്റെ ആങ്സൈറ്റിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് വാസ് ലാർജ്ലി ബേസ്ഡ് ഓൺ ദിസ് ബുക്ക്. അറ്റ് നമ്പർ 2 വി ഹാവ് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവറിത്തിങ് ബൈ ബിൽ പ്രൈസർ. ഗൈസ് ഈ ലിസ്റ്റിലെ എൻ്റെ ഫേവറേറ്റ് ബുക്ക് ഏതാണ്? എല്ലാവർക്കും ഇതായിരിക്കണമെന്നില്ല, ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് മൈ ഓൾ ടൈം ഫേവറേറ്റ് ബുക്ക്. ഞാൻ 3 തവണ കൂടുതൽ വായിച്ചിട്ടുണ്ട്. ദിസ് ബുക്ക് ഇസ് അബൌട്ട് സയൻസ്. നിങ്ങൾക്ക് സയൻസിൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, സയൻസിനെ പറ്റി കാര്യമായ ധാരണ ഒന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് സയൻസിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അവിടുന്ന് ഇവിടെ നിന്നൊക്കെ സയൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളിത് വായിക്കുക. നിങ്ങളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റും, നിങ്ങളുടെ സയൻസിലുള്ള ഇൻട്രസ്റ്റ് കൂട്ടും. ഇത് A to Z എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സയൻസും ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് എന്താണ്, ഔട്ടർ സ്പേസ് എന്താണ്, ഒരു ആറ്റം എന്താണ്, ഒരു പ്രോട്ടോൺ എന്താണ്, ഒരു ഇലക്ട്രോൺ എന്താണ്, ആൻറ്റി മാറ്റർ എന്താണ്, ലൈഫ് എന്താണ്, എർത്ത് എന്താണ്, ഡിസീസസ് എന്താണ്, സെൽസ് എന്താണ്, ബാക്ടീരിയ എന്താണ്, എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് പുള്ളിയുടെ റൈറ്റിംഗ്. ഞാനിത് 10th or 11th എന്താണ് ആദ്യമായിട്ട് വായിച്ചത്. അന്ന് എനിക്ക് ഒരുപാട് സയൻസ് ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഒരുപാട് സയൻസ് അറിയേണ്ട ആവശ്യമില്ല. അതാണ് ഈ ബുക്കിൻ്റെ പ്രത്യേകത. ഒരു മിനിമൽ നോളജ് മതി, ഒരു ഇൻട്രസ്റ്റ് മാത്രം മതി. നിങ്ങൾക്ക് സയൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് വായിക്കുക. നിങ്ങളുടെ ഇൻട്രസ്റ്റ് മാസിവ്ലി കൂടും, നിങ്ങളൊരു സയൻസ് ഫാനാക്കും ഈ ബുക്ക്. ആൻഡ് ഫൈനലി അറ്റ് നമ്പർ 1 വി ഹാവ് സേപ്പിയൻസ് ആൻഡ് ഹോമോ ഡ്യൂസ് ബൈ യുവൽ നോവ ഹരാരി. സയൻസിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയാമോ? അതിൽ പാഷനേറ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അത് കേൾക്കാൻ താല്പര്യമുള്ളൂ. കോമൺ മാനിലേക്ക് സയൻസ് എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇറ്റ് ഡസ് നോട്ട് കൺസേൺ ദം. ഒരു ബൾബ് ഓൺ ചെയ്താൽ പോരെ, അതിൻ്റെ പിന്നെ സയൻസ് ഇറങ്ങിയിട്ട് എന്തിനാണ്? ഒരു കാർ ഓടിച്ചാൽ പോരെ, അതിന് എഞ്ചിനകത്ത് തെർമോഡൈനാമിക്സ് ഇറങ്ങിയിട്ട് എന്തിനാണ്? ഒരു ഫോൺ യൂസ് ചെയ്താൽ പോരെ, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ഇറങ്ങിയിട്ട് എന്തിനാണ്? അവരെ കുറ്റം പറയാൻ പറ്റില്ല. 1 because it simply does not concern them, and 2 because pure science in and of itself is a little boring. പ്യുവർ സയൻസ് കേൾക്കാൻ ആർക്കും താല്പര്യമില്ല, അത് കുറച്ച് ബോറിംഗ് ആണ്. പ്യുവർ സയൻസ് അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമ്മളെല്ലാ സ്കൂളിൽ കുറച്ച് സയൻസ് പഠിച്ചിട്ടുള്ളൂ, അതിൽ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് കയറിയിട്ട് നമ്മളെല്ലാം സയൻറ്റിസ്റ്റ് ആവണ്ടേ? ആവുന്നില്ലല്ലോ. ദാറ്റ് ഈസ് ബിക്കോസ് പ്യുവർ സയൻസ് കുറച്ച് ബോറിംഗ് ആണ്. അത് കോമൺ മാൻ്റെ തലയുടെ മുകളിൽ കൂടെ പോകും. സയൻസ് കോമൺ മാൻ്റെ തലയ്ക്കുള്ളിൽ കയറണമെങ്കിൽ ഒന്നെങ്കിൽ അത് അയാളുടെ ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്യണം, അല്ലെങ്കിൽ അത് അയാളെ ഇമോഷണലി എഫക്റ്റ് ചെയ്യണം. ഈ 2 ബുക്സും ഇത് ബ്രില്യൻ്റായിട്ട് ചെയ്യുന്നുണ്ട്. യുവൽ നോവ ഹറാരി ഈ 2 ബുക്സിലൂടെ, ഈ 2 ബുക്സും ഡിസ്കസ് ചെയ്യുന്ന മനുഷ്യരാശിയുടെ എവല്യൂഷനെ പറ്റിയാണ്. അദ്ദേഹം എവല്യൂഷനെ ആർട്ടായിട്ടും ക്രിയേറ്റിവിറ്റി ആയിട്ടും പോയട്രി ആയിട്ടും ഇമാജിനേഷനുമായിട്ടൊക്കെ ബ്ലെൻഡ് ചെയ്യുന്നു. ആൻഡ് സോ മച്ച് സോ ദാറ്റ് അത് കോമൺ മാനിന് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവുന്നു. അദ്ദേഹം സയൻസിനെ പോയട്രി ആയിട്ടും ഹിസ്റ്ററി ആയിട്ടും കൾച്ചറായിട്ടും ആർട്ടായിട്ടും ഇമാജിനേഷനായിട്ടും ഇമോഷനുമായിട്ടൊക്കെ ബ്ലെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് കോമൺ മാൻ്റെ ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ അയാളെ ഇമോഷണലി എഫക്റ്റ് ചെയ്യുന്നു.
അതുകൊണ്ട് തന്നെ ഈ ബുക്ക് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിവ് നേടുക മാത്രമല്ല, ആ അറിവ് എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും. കാരണം ആ അറിവ് നിങ്ങളെ ഇമോഷണലി ടച്ച് ചെയ്യും, നിങ്ങളുടെ ഇമാജിനേഷനും ക്യാപ്ചർ ചെയ്യും. നമ്മളൊന്ന് ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് സയൻറ്റിസ്റ്റിന് വേണ്ടിയുള്ള ബുക്കല്ല, ഇത് കോമൺ മാനിന് വേണ്ടിയുള്ള ബുക്കാണ്. പക്ഷേ ഈ ഇടയായിട്ട് കുറേ പേര് അത് മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ ഈ ബുക്കിന് അനാവശ്യ ക്രിറ്റിസിസം കിട്ടുന്നു. ആൾക്കാർ വിചാരിക്കുന്നു ഈ ബുക്ക് ഭയങ്കരമായ ഒരു സയൻറ്റിഫിക് മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇല്ല, സയൻസിനെ ഓവർ അനലൈസ് ചെയ്യുന്നു, അതിലെ ചെറിയ ചെറിയ തെറ്റുകൾ കണ്ടുപിടിക്കുന്നു. അതിലല്ല കാര്യം. സയൻസ് പോയട്രി ആയിട്ടോ ആർട്ടോ ആയിട്ടൊക്കെ ബ്ലെൻഡ് ചെയ്യുമ്പം അതിൽ ചെറിയ മിസ്റ്റേക്സ് വരും, അത് നമുക്ക് ക്ഷമിക്കാവുന്നതാണ്. പ്യുവർ സയൻസ് പറയാനായിരുന്നെങ്കിൽ എല്ലാവരും റിസർച്ച് പേപ്പേഴ്സ് എടുത്ത് വായിച്ചാണ്. പ്യുവർ സയൻസ് ചുമ്മാ പറയുന്നതിലല്ല കാര്യം, സയൻസിന് ഇമോഷനായിട്ടോ ആർട്ടായിട്ടൊക്കെ ബ്ലെൻഡ് ചെയ്യുന്നതിലാണ് കാര്യം. അതിലെ ചെറിയ തെറ്റുകൾ നമുക്ക് ക്ഷമിക്കാവുന്നതാണ്. ഈ ബുക്സ് സയൻസിന് ഇമോഷനായിട്ടും ആർട്ടായിട്ടും ക്രിയേറ്റിവിറ്റി ആയിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന നോളജ് എന്ന് നിങ്ങളുടെ മനസ്സിനുള്ളിൽ തന്നെ തങ്ങി നിൽക്കും. സോ 2 ബുക്സും വായിക്കുക. സേപ്പിയൻസ് ആണ് ഫസ്റ്റ് പാർട്ട്, ഹോമോ ഡ്യൂസ് ആണ് സെക്കൻഡ് പാർട്ട്. ആക്ച്വലി ഇതിനൊരു തേർഡ് പാർട്ടും കൂടെ ഉണ്ട്, ദിസ് വൺ 21 ലെസൺസ് ഫ്രം ദ 21st സെഞ്ച്വറി. പക്ഷേ ഇത് ഇത്ര ഇമ്പ്രസീവ് അല്ല. സോ യെസ്, റാങ്ക് 1 സേപ്പിയൻസ് ആൻഡ് ഹോമോ ഡ്യൂസ്. സോ ഗൈസ്, ഇതായിരുന്നു ബുക്ക് റെക്കമെൻഡേഷൻ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫൈനലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബുക്സ് വായിക്കണം. സിംപ്ലി ബിക്കോസ് നോളജ് കുറച്ച് അണ്ടർ റേറ്റഡ് ആണ്. ലൈഫിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാൻ പോകുന്നത് നോളജാണ്. ആൻഡ് ഞാൻ ചുമ്മാ തള്ളുന്നല്ല, ഇതൊരു ബുക്ക് റെക്കമെൻഡേഷൻ വീഡിയോ ആയതുകൊണ്ട്. നമുക്ക് ഏതൊരു പ്രശ്നം എടുക്കാം, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എടുക്കാം, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് എടുക്കാം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എടുക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന നോളജാണ്. ലെറ്റ്സ് സേ നിങ്ങൾക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ വിളിച്ചുകൊണ്ട് തിയേറ്ററിൽ കൊണ്ടുപോകാം, ഐസ്ക്രീം തരാം, നല്ല ഫുഡ് വാങ്ങിച്ചു തരാം, പാർക്കിൽ കറങ്ങാൻ പോകാം. കുറച്ച് നേരത്തേക്ക് നിങ്ങൾ ആങ്ഷ്യസ് ആയിരിക്കില്ല, നിങ്ങൾ ഇതെല്ലാം കണ്ട് റിലാക്സ്ഡ് ആയിരിക്കും. പക്ഷേ തിരിച്ച് വീട്ടിൽ വന്ന് നിങ്ങൾ വീണ്ടും ആങ്ഷ്യസ് ആവും എന്തെങ്കിലും ഓർത്ത്. നിങ്ങളെ ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്നത് ആങ്സൈറ്റിയെ പറ്റിയുള്ള ന്യൂറോ സയൻറ്റിഫിക് നോളജാണ്, അല്ലാതെ വേറൊന്നുമല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടെന്ന് വിചാരിക്കാം, നിങ്ങൾ ബ്രോക്ക് ആണെന്ന് വിചാരിക്കാം. ഞാൻ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ എന്നാൽ തൽക്കാലം നിങ്ങൾ ഹാപ്പി ആയിരിക്കും. പക്ഷേ ആ പൈസ നിങ്ങൾ എങ്ങനെയും ദൂർത്തടിച്ച് കളയും. അതുകൊണ്ടാണ് ലോട്ടറി വിന്നേഴ്സ് പലപ്പോഴും ഇത് എൻ്റെ ബീങ് ബ്രോക്ക് അഗൈൻ. കാരണം അവർക്ക് ആ പൈസ എങ്ങനെ ഗ്രോ ചെയ്യണമെന്നോ സേവ് ചെയ്യണമെന്നോ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ ഒന്നും അറിയില്ല. ഫിനാൻഷ്യൽ വിസ്ഡമാണ് നിങ്ങളുടെ പൈസ സേവ് ചെയ്യാനും ഗ്രോ ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും എല്ലാം പഠിപ്പിക്കുന്നത്. ഫിനാൻഷ്യൽ വിസ്ഡമാണ് നിങ്ങളെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾ എല്ലാവരും അടി ഉണ്ടാക്കണം, പ്രശ്നം ഉണ്ടാക്കണം. ഞാൻ നിങ്ങൾക്ക് ഒരു 5 ഫ്രണ്ട്സിനെ തന്നാൽ കുറച്ച് നാൾ നിങ്ങൾ ഓക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ വീണ്ടും ആ ഫ്രണ്ട്സുമായിട്ട് അടി ഉണ്ടാക്കി അവരോട് തെറ്റിപ്പോവും. നിങ്ങളെ നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ സഹായിക്കാൻ പോകുന്നത് റിലേഷൻഷിപ്സിനെ പറ്റിയുള്ള നോളജാണ്. ആ നോളജ് കിട്ടാൻ ഏറ്റവും നല്ല സ്ഥലം ബുക്സാണ്. എക്സ്പേർട്സ് എഴുതിയ ബുക്സാണ്. എക്സ്പേർട്സ് എഴുതിയിട്ടുള്ള ബുക്സിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. അതായത് റാൻഡം ആൾക്കാർ എഴുതിയിട്ടുള്ള ബുക്സിനെ നമുക്ക് അത്രയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എക്സ്പേർട്സ് എഴുതിയിട്ടുള്ള ബുക്സിനെ നമുക്ക് എന്നും ട്രസ്റ്റ് ചെയ്യാം. സോ നിങ്ങൾ ഒരുപാട് ബുക്സ് വായിക്കുക. ഞാൻ ഒരു 3 വർഷം മുമ്പ് റീസ്റ്റാർട്ട് ചെയ്ത ശീലമാണ്. ആൻഡ് ഐ എം വെരി ഗ്ലാഡ് ദാറ്റ് ഐ ഡിഡ് ഇറ്റ്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നോൺ ഫിക്ഷൻ ബുക്ക് ഏതാണെന്ന് കമൻറ്റ് ബോക്സിലിടുക. ഫിക്ഷൻ ബുക്സിനെ പറ്റി നമുക്ക് പിന്നെ ഒരു ദിവസം വേറെ എപ്പിസോഡ് ചെയ്യാം. നിങ്ങളുടെ ഫേവറേറ്റ് ബുക്സ് ഏതാണെന്ന് കമൻറ്റ് ബോക്സിലിടുക. ആൻഡ് ആസ് പ്രോമിസ്, നിസാരം അക്കാഡമിയുടെ ഒരു വീഡിയോൻ്റെ ഹൗ ടു സ്ലീപ്പ് ബെറ്റർ എന്ന വീഡിയോൻ്റെ ഒരു ചെറിയ പോർഷൻ ഞാൻ കാണിച്ചു തരാം. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് നിങ്ങൾ നിസാരം അക്കാഡമി ചെക്കൗട്ട് ചെയ്യുക. ഞാൻ ഒന്നുകൂടെ ലിങ്ക് കാണിക്കുകയാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, സോ ഹൗ ടു സ്ലീപ്പ് ബെറ്റർ, നിസാരം അക്കാഡമിയിലെ ഹൗ ടു സ്ലീപ്പ് ബെറ്ററിലെ ഒരു ചെറിയ പോർഷൻ കാണിച്ചു തരാം. കുറച്ച് ഗുഡ് സ്ലീപ്പ് പ്രാക്ടീസസിനെ പറ്റി പറയാം. നിങ്ങളുടെ ഉറക്കം ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ജനറൽ സ്ലീപ്പ് പ്രാക്ടീസസ്. ഓക്കെ, ആങ്സൈറ്റിയെ പറ്റിയല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ജനറൽ സ്ലീപ്പ് പ്രാക്ടീസസ്. ഫസ്റ്റ്, ക്യാഫീൻ അധികം കുടിക്കാതിരിക്കുക, രാത്രി സിഗരറ്റും വലിക്കാതിരിക്കുക. ക്യാഫീനും നിക്കോട്ടീനും നിങ്ങളുടെ അഡിനോസിൻ സിസ്റ്റംസുമായിട്ട് ഇൻ്ററപ്റ്റ് ചെയ്യും. ആസ് ഐ സെഡ് ഏർലിയർ ഇൻ ദ ബിഗിനിങ് ഓഫ് ദിസ് വീഡിയോ, നിങ്ങളുടെ അഡിനോസിൻ കൂടുന്നതാണ് നിങ്ങളെ ഡ്രൗസി ആക്കുന്നത്. ക്യാഫീനും നിക്കോട്ടീനും അധികം യൂസ് ചെയ്യാതിരിക്കുക. രണ്ടാമത്, ഉറങ്ങുന്നതിന് ഇത്തിരി മുമ്പ് എക്സർസൈസ് ചെയ്യാൻ പോരുത്. എക്സർസൈസ് ചെയ്യുമ്പോൾ ആസ് ഐ സെഡ് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കൂടും, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂടും, നിങ്ങളുടെ കോർ ടെമ്പറേച്ചർ കൂടും. എക്സർസൈസ് ചെയ്ത് ഒട്ടനെ ഉറങ്ങാൻ പാടാണ്. കാരണം ആസ് ഐ സെഡ് നിങ്ങൾ ഉറങ്ങാൻ നേരത്തെ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ലോറും, ഹാർട്ട് റേറ്റ് ലോറും, ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. സോ എക്സർസൈസ് ചെയ്തിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉറങ്ങാവും. ബട്ട് നെവർ ദലെസ് ഡെയിലി എക്സർസൈസ് ചെയ്യണം. കാരണം ഡെയിലി എക്സർസൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ലോർ ചെയ്യാനും ബ്ലഡ് പ്രഷർ ലോർ ചെയ്യാനും ഒക്കെ സഹായിക്കും. എക്സർസൈസ് ചെയ്യുന്ന ഉടനെയാണ് ഈ ഹാർട്ട് റേറ്റ് കൂടുന്നതും ബ്ലഡ് പ്രഷർ കൂടുന്നില്ല. എക്സർസൈസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ, നിങ്ങൾ ഡെയിലി എക്സർസൈസ് ചെയ്യുന്നൊരു പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ജനറലി നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ലോറാവും, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ലോറാവും, നിങ്ങളെ ഉറങ്ങാനും അത് സഹായിക്കും. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്തെന്ന് വെച്ചാൽ, രാവിലെ എണീറ്റ് കണ്ണിൽ സൺലൈറ്റ് കൊള്ളിക്കാൻ നോക്കുക.
നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ സിർക്കേഡിയൻ റിതമിനെ പറ്റി. ഹ്യൂമൻസിൻ്റെ സിർക്കേഡിയൻ റിതം 25 to 26 hours ഭൂമിയുടെ കറക്കം അനുസരിച്ചല്ല. ഭൂമിയുടെ കറക്കം അനുസരിച്ചാക്കണമെങ്കിൽ നമ്മുടെ കണ്ണിൽ സൺലൈറ്റ് കൊല്ലണം. അപ്പോഴാണ് നമ്മുടെ സിർക്കേഡിയൻ ക്ലോക്ക് റീസെറ്റ് ആവുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രാത്രിയാവുമ്പം ഒരു പീരീഡ് ഓഫ് സ്ലീപ്പ് പതുക്കെ, ഡ്രൗസിനെസ് പതുക്കെ വരും. ഇല്ലെങ്കിൽ നിങ്ങൾ രാത്രി അലേർട്ടായിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ രാവിലെ എണീറ്റ് കണ്ണിൽ സൺലൈറ്റ് കൊള്ളുക, അത് നിങ്ങളുടെ സിർക്കേഡിയൻ റിതം റീസെറ്റ് ചെയ്യും. അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി വേണമെങ്കിൽ ഒരു ഹോട്ട് ഷവർ എടുക്കാം, ചൂടുവെള്ളത്തിൽ കുളിക്കാം. കാരണം ചൂടുവെള്ളത്തിൽ കുളിച്ചിറങ്ങുന്ന ഉടനെ നിങ്ങളുടെ കോർ ടെമ്പറേച്ചർ പതുക്കെ ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. അത് നിങ്ങളെ ഉറങ്ങാൻ സഹായിക്കും. ഓൾസോ നിങ്ങളുടെ മുറിയിൽ നല്ല ഇരുട്ടായിരിക്കണം, മുറി കൂളായിരിക്കണം. തണുത്ത ടെമ്പറേച്ചേഴ്സിൽ ഉറങ്ങാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഓൾസോ വൈകിട്ട് 3 മണിക്ക് ശേഷം നാപ്പ് എടുക്കരുത്, ലൈറ്റായിട്ട് കിടന്ന് ഉറങ്ങരുത്. അത് നിങ്ങളുടെ അഡിനോസിൻ സിസ്റ്റംസുമായിട്ട് മെസ്സപ്പ് ചെയ്യും. രാത്രി ആവശ്യത്തിന് അഡിനോസിൻ ബിൽഡപ്പ് ചെയ്യില്ല നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടി. ഓൾസോ ഉറക്കം വരുന്നില്ലെങ്കിൽ, ആങ്സൈറ്റി കാരണം ഉറക്കം വരുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ച് കാട് കയറി ഇരിക്കുകയാണെങ്കിൽ ബെഡിൽ പിന്നെ കിടക്കണ്ട, എണീറ്റ് പോയിട്ട് എന്തെങ്കിലും റിലാക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് മൈൻഡ് റിലാക്സ് ആക്കിയിട്ട് വന്ന് കിടക്കാൻ നോക്കുക. ഓക്കെ, നിങ്ങൾ ഒരുപാട് ആങ്ഷ്യസ് ആയിട്ട് കാട് കയറി ചിന്തിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയോ ചിന്തിച്ച് വറി ചെയ്യാൻ തുടങ്ങി വല്ലാതെ പോലെ ആവുകയാണെങ്കിൽ കട്ടിൽ നിന്നങ്ങ് എണീക്കുക. ഓൾസോ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, ദിവസത്തെ എല്ലാ പ്രശ്നങ്ങളും കൂടെ രാത്രി കട്ടിൽ ചെന്നിറക്കാൻ നോക്കരുത്. നിങ്ങളുടെ രാവിലെ തൊട്ട് രാത്രി വരെ ഡിസ്ട്രാക്റ്റഡായി നിങ്ങളുടെ ഉള്ളിലെ പ്രോബ്ലംസിനെ ഒന്നും ഫേസ് ചെയ്യുന്നില്ല. പാട്ട് കേൾക്കുന്നു, ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുന്നു, പിന്നെ വർക്ക് ചെയ്യുന്നു, എന്തെങ്കിലും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് പില്ലോയിൽ പോയി തല വയ്ക്കുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും കൂടെ തലേ വരുന്നു. അത് ചെയ്യരുത്. വേറെ അതിന് വേണ്ടി ടൈം മാറ്റി വയ്ക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യണം, ചുമ്മാ ഇരിക്കുക. നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം ബബിളപ്പ് ചെയ്യാൻ വേറെ സെപ്പറേറ്റ് ടൈം കൊടുക്കുക. അതാകുമ്പോൾ ഉറങ്ങുന്ന സമയത്ത് എല്ലാ പ്രശ്നങ്ങളും കൂടെ ചാടി കയറി വരില്ല. ഓക്കെ, സോ ഇത്രയാണ് കുറച്ച് സ്ലീപ്പ് അഡ്വൈസ്. ആൻഡ് വൺ മോർ തിങ്, ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാ ദിവസവും സെയിം ടൈം കിടക്കുക, സെയിം ടൈം എണീക്കുക. സെയിം ടൈം എണീക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. രാവിലെ 6 മണിക്ക് അലാം വെച്ചിട്ട് അവർ കറക്റ്റായിട്ട് എണീക്കും. പക്ഷേ സെയിം ടൈം ഉറങ്ങാൻ ശ്രമിക്കുക. നമ്മളൊരു സെയിം പാറ്റേൺ ഡെയിലി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സിർക്കേഡിയൻ റിതമായിട്ട് സിങ്ക് ആവും. നമുക്ക് ഉറങ്ങാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ ദാറ്റ് വാസ് ഇറ്റ്. നിങ്ങൾക്ക് ഈ പോർഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫുൾ വീഡിയോ നിസ്സാരം അക്കാഡമിയിൽ അവൈലബിൾ ആണ്. മൊത്തം 5 ഫുൾ വീഡിയോസ് ഉണ്ട് നിസ്സാരം അക്കാഡമിയിൽ. 5 മെൻ്റൽ ഹെൽത്തിനെ പറ്റിയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആൻഡ് ആസ് ഓൾവേസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.